Agam, India's first digital literary platform. ചില യാത്രകൾ കേവലം കാഴ്ചകൾക്ക് വേണ്ടിയുള്ളതല്ല, അത് ഒരു ദേശത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാനുള്ളതാണ്. മണ്ണിനെ അറിയാൻ, മനുഷ്യരെ അറിയാൻ, അവരുടെ ചരിത്രം അറിയാൻ, അങ്ങനെ അക്ഷരങ്ങളിലൂടെ വെളിച്ചം നിറച്ച ഒരു ദേശത്തിന്റെ ഹൃദയത്തുടിപ്പുകളിലൂടെയുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ മയ്യിൽ എന്ന ദേശത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഈ മണ്ണിന് പുസ്തകങ്ങളുമായി, അക്ഷരങ്ങളുമായി അത്രമേൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ വേരുകൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് ഈ യാത്ര ആരംഭിക്കുന്നത്. കാർഷിക മുന്നേറ്റങ്ങളുടെയും സാംസ്കാരിക പോരാട്ടങ്ങളുടെയും ഓർമ്മകൾ ഇന്നും തുടിക്കുന്ന മണ്ണ്. ഇതാ വായനശാലകളിലൂടെ ഒരു ദേശത്തിന്റെ പുസ്തകപ്പുര തേടിയുള്ള യാത്ര. വായനശാലകളിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ എന്ന ഈ ഗ്രാമത്തെ കേവലം കാർഷിക ഭൂമിയുടെ പേരിലല്ല, മറിച്ച് ഇവിടെ നടന്ന കർഷക സമരങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒപ്പം ആ സമരങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും അക്ഷരങ്ങളുടെ വെളിച്ചം പകർന്ന വായനശാലകളുടെ പേരിലും. ഈ ഗ്രാമത്തിൽ ഒരു വായനശാല എന്നത് കേവലം പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഒരിടമല്ല, അതൊരു സമരമാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു സാംസ്കാരിക മുന്നേറ്റമാണ്. അതുകൊണ്ടാണ് ഓരോ മയ്യിൽക്കാരനും വായനശാലകളെ സ്വന്തം വീട് പോലെ കരുതുന്നത്. ഈ മണ്ണിലെ കർഷക പോരാട്ടങ്ങൾക്ക് അക്ഷരങ്ങളുടെ വിത്തുകൾ നൽകിയത് ഇവിടുത്തെ വിദ്യാലയങ്ങളാണ്. 1929 മയ്യിലിന്റെ ഉൾനാടൻ പ്രദേശമായ പെരുവങ്ങൂരിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടു. താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ചൂഷണത്തെ അതിജീവിക്കാൻ അറിവ് അനിവാര്യമാണെന്ന് ഈ ഗ്രാമം തിരിച്ചറിഞ്ഞിരുന്നു. ഈ തിരിച്ചറിവാണ് പെരുവങ്ങൂർ ALP സ്കൂളിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചത്. അക്കാലത്തെ പ്രമുഖ കർഷക നേതാവും പിന്നീട് വേളം പൊതുജന വായനശാലയുടെ സ്ഥാപകരിൽ ഒരാളുമായിരുന്ന T. ഒതേനൻ നമ്പ്യാർ ഈ വിദ്യാലയം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. വിദ്യാഭ്യാസം, ഗ്രന്ഥശാലകൾ, കർഷക മുന്നേറ്റങ്ങൾ ഇവയെല്ലാം ഈ മണ്ണിൽ ഒരൊറ്റ പോരാട്ടത്തിന്റെ വിവിധ രൂപങ്ങളായി മാറുകയായിരുന്നു. അറിവും പോരാട്ടവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ ഗ്രാമം. അതുകൊണ്ടാണ് മയ്യിൽ വായനശാല പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയത്. അക്ഷരങ്ങളുടെ ഈ പോരാട്ടത്തിന് യുവത്വം നൽകിയ ഒരു ജീവനുണ്ട്. പെരുവങ്ങൂർ ALP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ബാലസംഘത്തിന്റെ സജീവ സംഘാടകനുമായിരുന്ന MV ഗോപാലൻ. കർഷക സമരത്തിന്റെ തീവ്രതയിൽ മണ്ണും മനുഷ്യനും അറിവും ആയുധങ്ങളും കൂടിക്കുഴഞ്ഞ പാടിക്കുന്നിൽ വെടിയേറ്റ് രക്തസാക്ഷിയായ ആ യുവ പോരാളിയുടെ ഓർമ്മകൾ ഇന്നും ഈ മണ്ണിന് ആവേശം നൽകുന്നു. മയ്യിലിന്റെ സാംസ്കാരിക മുന്നേറ്റങ്ങൾ വായനയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. അറിവും രാഷ്ട്രീയവും പോലെ കലയും ഈ ഗ്രാമത്തിന്റെ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഉത്തര കേരളത്തിലെ ഏറ്റവും സജീവമായ ഫിലിം സൊസൈറ്റികളിലൊന്നായ ചേതന ഫിലിം സൊസൈറ്റി മയ്യിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇത് വായനശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പോലെ കലയെയും സാമൂഹ്യ മാറ്റത്തിനുള്ള ഉപാധിയായി ഈ ഗ്രാമം കണ്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഈ ചരിത്രമണ്ണിൽ ഇതാ ഈ വായനശാല തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. അക്ഷരങ്ങളെയും കലയെയും പ്രണയിച്ച സഫ്തർ ഹാഷ്മി എന്ന പോരാളിയുടെ പേര്. ആരായിരുന്നു സഫ്തർ ഹാഷ്മി? ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലനായ തെരുവ് നാടക കലാകാരനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. 1989 ജനുവരി 1 ഹല്ലാ ബോൽ എന്ന തെരുവ് നാടകം അവതരിപ്പിക്കുന്നതിനിടെ കോൺഗ്രസ് ഗുണ്ട ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഈ കൊലപാതകം രാജ്യത്തിന്റെ മനസാക്ഷിയെ ഉണർത്തി. സഫ്തർ ഹാഷ്മിയുടെ രക്തസാക്ഷിത്വം കലയെയും സംസ്കാരത്തെയും ആയുധമാക്കിയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണമായി നിലകൊള്ളുന്നു. മയ്യിലിലെ ജനത തങ്ങളുടെ വായനശാലയ്ക്ക് സഫ്തർ ഹാഷ്മിയുടെ പേര് നൽകിയത് കേവലമായ ഒരു ആദരസൂചകം മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. മയ്യിലിലെ കർഷക പോരാളികൾ അറിവിനെയും അക്ഷരത്തെയും തങ്ങളുടെ സമരായുധമാക്കിയെങ്കിൽ സഫ്തർ ഹാഷ്മി തന്റെ തെരുവ് നാടകങ്ങളുടെ ഈ പോരാട്ടം ഇന്ത്യയെമ്പാടും നടത്തി. അക്ഷരങ്ങളിലൂടെയും കലയിലൂടെയും വിമോചനം ആഗ്രഹിച്ച അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം കലയിലൂടെ മാർഗദർശിയായ ഒരു പോരാളിയുടെ ജീവിതവുമായി ഇവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നു.
ഈ പേരിടൽ കേരളത്തിന്റെ പ്രാദേശിക ഗ്രന്ഥശാല ചരിത്രത്തെ ഇന്ത്യയുടെ ദേശീയ പോരാട്ടങ്ങളിലേക്ക് ഉയർത്തുന്നു. കേരളത്തിൽ ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ളത് മയ്യിൽ ഗ്രാമപഞ്ചായത്തിലാണ്. മയ്യിൽ ഗ്രാമപഞ്ചായത്തിൽ 35 അഫിലിയേറ്റഡ് ലൈബ്രറികളുണ്ട്. 1930കളുടെ മധ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള കണ്ടക്കൈ, വേളം, കയരളം ഗ്രന്ഥാലയങ്ങൾ ഇന്ന് മയ്യിലെ മികച്ച ഗ്രന്ഥാലയങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. മയ്യിലെ മികച്ച ഗ്രന്ഥാലയങ്ങളിൽ ഒന്നാണ് സപ്തറാശ്മി സ്മാരക ഗ്രന്ഥാലയം തായമ്പുഴ. കേരളത്തിലെ തന്നെ മികച്ച ഗ്രന്ഥാലയങ്ങളിൽ ഒന്നായിട്ടുള്ള A+ ഗ്രന്ഥാലയത്തിൽ ഒന്നാണ് സപ്തറാശ്മി സ്മാരക ഗ്രന്ഥാലയം. 1980കളുടെ അവസാനം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ടിട്ടുള്ളതാണ് സപ്തറാശ്മി സ്മാരക ഗ്രന്ഥാലയം. മികച്ച ഗ്രന്ഥാലയങ്ങൾ നാടിനെ നിർമ്മിക്കും എന്നാണ് പറയാറ്. ആ രീതിയിലുള്ള വലിയൊരു കൂട്ടായ്മയാണ് സപ്തറാശ്മി ഗ്രന്ഥാലയം അവിടെ മയ്യിൽ പഞ്ചായത്തിൽ ആ പ്രദേശത്ത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ പുസ്തകപ്പുരയുടെ അകത്തേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് ഒരു പുതിയ ലോകമാണ്. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആധുനികമായ മാറ്റങ്ങളോടെ നിർമ്മിച്ച ഒരു ഡിസൈൻഡ് എയർ കണ്ടീഷൻഡ് ലൈബ്രറി മന്ദിരമാണ് ഇവിടെയുള്ളത്. കളിയാണോ അതോ മെയിൻ പുസ്തകമാണോ? രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ കളി എന്താ ഇത് മാത്രമാണ്? വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കളിക്കാൻ പോകും. കളിക്കളം എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ കാലങ്ങളായി നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം. നമ്മൾ ഈ ആരെങ്കിലും പറമ്പത്ത് പോയി കുട്ടികൾ ബോൾ തട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസങ്ങളുണ്ട്. എല്ലാവരും എല്ലാ സമയത്തും അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ലൈബ്രറിക്ക് ഒരു പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഒരു 27 സെൻറ്റ് സ്ഥലം നമ്മൾ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി നമ്മളത് രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അവിടെ ഒരു പദ്ധതി നടപ്പിലാക്കി ഇതാകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ഇതൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ 60 ലക്ഷം രൂപയോളം ജില്ലാ പഞ്ചായത്തും കേരള സർക്കാരും ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള സർക്കാർ അത് സഹായിച്ച് ഒരു 10-60 ലക്ഷം രൂപയോളം നമ്മൾ ഇത് മുന്നേ ചിലവായി കഴിഞ്ഞു. അതിൻ്റെ വാങ്ങുന്നതും മറ്റ് ഒരുക്കലുമെല്ലായി വന്നു. വായനശാലയുടെ ആത്മാവ് പഴയത് തന്നെയാണെങ്കിലും അതിൻ്റെ ഭാവം ആധുനികമാണ്. പുസ്തകങ്ങളുടെ അനന്തമായ ലോകമാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. ഫിക്ഷൻ, കവിത, ചരിത്രം, ശാസ്ത്രം, ഓരോ ഷെൽഫും ഓരോ ലോകമാണ്. ഒറ്റമുറി ഇതിലാണ് നമ്മൾ വായനശാല 88 കലാസമിതിയായി നമ്മൾ രൂപീകരിച്ചത്. അതിനുശേഷം അഫിലിയേഷനോട് ലൈബ്രറി കൗൺസിൽ അഫിലിയേഷനോടുകൂടി നമ്മൾ വായനശാല പ്രവർത്തനത്തിലേക്ക് വന്നു. പിന്നീട് അതിൻ്റെ കുറച്ചുകൂടി അവിടെയുള്ള സ്ഥലപരിമിതി ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് കുറച്ച് ഉള്ളിലായിരുന്നു അതിൻ്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് സ്ഥലം വില കൊടുത്ത് വാങ്ങി ഒരു 4 സെൻറ്റ് സ്ഥലം. അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അത്രയും സ്ഥലം എടുക്കാനാവുള്ളൂ. നമ്മൾ ആ സ്ഥലം വാങ്ങുകയും ഇവിടെ ഈ ബിൽഡിങ് എടുക്കുകയും ചെയ്തത്. അപ്പോൾ പിന്നീട് നമുക്കതിനനുസരിച്ച് അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി വായനശാല പ്രവർത്തന പരിധി കുറച്ചുകൂടി വിപുലപ്പെടുത്താനും പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സജീവമാക്കാനും നമുക്ക് കഴിഞ്ഞു. 2005 മുതലാണ് നമ്മൾ ഇവിടെ ഈ പുതിയ കെട്ടിടവും ഉണ്ടാക്കുകയും അന്ന് വൃന്ദാക്കാരായിട്ടാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഒരേ സമയം ഒരുപാട് പേർക്ക് ഇവിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെയുള്ള കുട്ടികളുടെ പുസ്തകങ്ങളുടെ ശേഖരം എന്നെ അത്ഭുതപ്പെടുത്തി. പുസ്തകങ്ങൾ വായിച്ചു വളരുന്ന തലമുറയുടെ ഭാവിയാണ് ഇവിടെ എഴുതപ്പെടുന്നത്. പിന്നെ ഇതുമായിട്ട് അങ്ങനെ ഇതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോവുകയെന്ന് ലൈബ്രറി പ്രവർത്തനം എന്ന് പറഞ്ഞത്. അത് നമ്മളിവിടുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ലൈബ്രറി അടയ്ക്കാൻ പറഞ്ഞാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണ്. എങ്ങനെയാണ് ഇത് വായനയാണോ ഈ ഒരു ലൈബ്രറി എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്? എങ്ങനെയാണ് ഇതിന്റെ ആരംഭകാലം? അല്ല, എന്നെ ഇവിടെ ആരംഭകാലം എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒഴിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് ആദ്യമേ അങ്ങനെ വായനയൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനെ നല്ലോണം വായിക്കലുണ്ട്. ഇപ്പോൾ ഒരു അടുത്ത കാലത്തായിട്ടാണ്. അല്ലെങ്കിൽ
എന്തായാലും ജസ്റ്റ് ഇങ്ങനെ നമ്മളെ കൈകളിലൂടെ തന്നെയല്ലേ ബുക്കെല്ലാം പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം പുതിയ പുസ്തകങ്ങളൊക്കെ വർഷത്തിൽ നമുക്ക് കിട്ടുമല്ലോ. ഇപ്പം A+ ആയതുകൊണ്ട് നമുക്ക് 50,000 രൂപേൻ്റെ പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ എല്ലാം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതും രജിസ്റ്ററിലെല്ലാം എഴുതുന്നത് എല്ലാ പുസ്തകങ്ങളും എൻ്റെ കൈകളിലൂടെ തന്നെയാണ്. അപ്പോൾ പുസ്തകം ജസ്റ്റ് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകും, വായിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്ററിൽ എല്ലാം ചേർക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളും എൻ്റെ കൈ തട്ടിയിട്ട് പോകുന്നത് തന്നെയാണ്. പിന്നെ അത് കമ്പ്യൂട്ടറിലേക്ക് എല്ലാം ചെയ്യുന്നതും അതിന് ഇവിടുത്തെ ഇവരെ സഹായം കൂടി ഉണ്ടാവും. കമ്പ്യൂട്ടറിലേക്ക് ചെയ്യുമ്പോൾ ഒറ്റക്ക് അങ്ങനെ കുറച്ച് വിഷമമുണ്ടല്ലോ. ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ ഓരോ പുസ്തകത്തിനും സോഫ്റ്റ്വെയറിൻ്റെ അങ്ങനെ ചെയ്യും. ഈ വായനശാല കേവലം ഒരു ചരിത്ര സ്മാരകമല്ല, അത് നിരന്തരം പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സജീവ സ്ഥാപനമാണ്. അപ്പോൾ മലബാറിലെ ഗ്രന്ഥശാലകൾക്ക് തുടക്കം കുറിക്കുന്നത് 1930-35 കാലഘട്ടത്തിലാണ്. അവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 31 ഗാന്ധിജിയുടെ ഭാഗമായി നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPR എല്ലാം ജയിലിലായപ്പോൾ ആ ജയിലിൽ ഒരു ഹരിജൻ യുവാവിൻ്റെ വീട്ടിൽ ക്രൂരമായൊരു മർദ്ദനം നടന്ന് അദ്ദേഹം മരിച്ചുപോയി. ആ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീഹർഷൻ എന്നായിരുന്നു. അങ്ങനെ ശ്രീഹർഷൻ്റെ പേരിലാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഒരു പൊതുജന ഗ്രന്ഥാലയം മാങ്ങാട്ട് തുടങ്ങുന്നത്. KPR ഗോപാലനും കേരളീയനും കൂടിയാണ് അത് തുടങ്ങുന്നത്. പഞ്ചായത്തിൽ ഇപ്പോൾ 35-36 വായനശാലകൾ രജിസ്ട്രേഷൻ അംഗീകരിക്കുന്നുണ്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വായനശാലയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, സപ്തകാശ്മി ഗ്രന്ഥാലയം. അറിവിനെ സാമൂഹിക മാറ്റത്തിനായി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ ലഭിച്ച ഈ അംഗീകാരം വായനശാലയുടെ പ്രവർത്തനം പുസ്തക വിതരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും മറിച്ച് പുതിയ തലമുറയിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നുവെന്നും തെളിയിക്കുന്നു. സ്നേഹസദ്യ അത് നമ്മുടെ ഈ സമീപകാലത്തെ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു വലിയ ഒരു വർക്കായിരുന്നു അത്. മറ്റൊന്ന് നമ്മൾ കുട്ടികളുടെ ഒരു വായനാ ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 3-4 കൊല്ലമായി നമ്മൾ നടന്നു വരുന്നതാണ്. ഈ വെക്കേഷൻ സമയത്ത് ഇവരെ നമ്മൾ ഈ വായനയിലേക്ക് എങ്ങനെയെങ്കിലും 2 മാസം തട്ടിക്കളഞ്ഞു പോകുക എന്നുള്ളതിലപ്പുറം കുട്ടികൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുന്നൊരു പരിപാടി എന്നുള്ള രീതിയിൽ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഈ വർഷത്തോടു കൂടി അത് മിക്കവാറും കുറേ വായനശാലകൾ അനുകരിച്ച് അത് ഒരു മാതൃകയായി ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്ത് നമ്മൾ നടത്തുന്നതിലപ്പുറം ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ നടത്തുന്നൊരു പരിപാടി മറ്റു വായനശാലകൾ മാതൃകയായി സ്റ്റേറ്റ് വൈഡായിട്ട് തന്നെ പല ആളുകളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല ഒരു റിസൾട്ടും നമ്മളെ കുട്ടികളിൽ നല്ല റിസൾട്ട് ഉണ്ട്. അവരെ ഭാഷേൻ്റെ കാര്യത്തിലായാലും മറ്റ് സ്കൂളുകളിൽ അതിൻ്റെ കാര്യത്തിലായാലും എഴുത്തിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ വിചാരിക്കാത്ത ഒരു മാറ്റം കുട്ടികളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു വലിയ കാര്യം. അതിൽ നമുക്ക് അവരോട് നമ്മളൊരു ടാർഗറ്റ് വെച്ച് ഒരു ചലഞ്ച് പോലെയായിരുന്നു. നമ്മൾ കഴിഞ്ഞ 1-2 വർഷം നമ്മൾ വിസ്മയ പാർക്കിലേക്ക് യാത്രയാണ് അവർക്ക് ഓഫർ വെച്ചത്. ഇത്തവണ അത് കഴിഞ്ഞു. അവർക്കൊരു ദിവസത്തെ 1 ഡേ ടൂറാണ് ചലഞ്ച് പൂർത്തിയാക്കുന്നവർക്ക് വെച്ചത്. അപ്പോൾ അവർക്ക് അവരെ ചലഞ്ച് ടാർഗറ്റ് അവർക്ക് നിശ്ചയിക്കാം, അവർക്ക് തിരഞ്ഞെടുക്കാം, അതിലേക്ക് പൂർത്തീകരിച്ച് പോകാം. അതിന് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ വനിതകൾക്ക് വായനാ ചലഞ്ച്, വനിതാവേദിയാണ് നമ്മൾ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു ബാലവേദി പോലെ തന്നെ വനിതാവേദി എന്നുള്ള നല്ല സജീവമായി നമ്മൾ ഈ ബിൽഡിംഗ് ഈ ലൈബ്രറി സെറ്റ് ചെയ്തത് വനിതാവേദിയുടെ ഒരു ധനസഹായം കൂടിയാണ്. സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ലൈബ്രറിയിൽ ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 2 രീതിയിലുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പെണ്ണൊരുമ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള അവാർഡ് കിട്ടിയത്. നല്ല മലയാള മനോരമയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 3.5 ലക്ഷം രൂപയോളം നമ്മൾ കിട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് താഴെയുള്ള ഇപ്പോൾ ഈ ഇരിക്കുന്ന നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും പറ്റിയിട്ടുള്ളത്.
വായന ഒരു യാത്രയാണ്, പുസ്തകങ്ങൾ കൂടെയുള്ളവരും. പുസ്തകപ്പുരകൾ അങ്ങനെയുള്ള ഓരോ യാത്രയ്ക്കും തുടക്കം കുറിക്കുന്ന മാന്ത്രിക ഇടങ്ങളാണ്. മയ്യിൽ സഫ്തർ ഹാഷ്മി വായനശാല കേരളത്തിലെ ആയിരക്കണക്കിന് വായനശാലകളിൽ ഒന്ന് മാത്രമാണ്. ഓരോ വായനശാലയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. ആ കഥ ഒരു ജനതയുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ആഴമേറിയ ചരിത്രമുള്ളതാണ്. വായനശാലകൾ കേവലം ഒരു കെട്ടിടം മാത്രമല്ല, മറിച്ച് അത് വിപ്ലവത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ജീവിക്കുന്ന കോട്ടകൾ കൂടിയാണ്. ആ കഥകളിലേക്ക് ഞങ്ങളുടെ യാത്ര തുടരും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വായനശാലയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ വായിച്ചുകൊണ്ടേയിരിക്കുക. Agam, India's first digital literary platform.